അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിങ്ങനെ വന്നപ്പം നമുക്കൊരു തോന്നൽ, നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഒരു പാർക്കിൽ പോയിരുന്ന് ഫുഡ് കഴിച്ചാലോ എന്ന്. അപ്പോൾ എപ്പോഴും നമ്മൾ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചൊക്കെ വരുമ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ നല്ലതാണ്. ഇതുപോലത്തെ വട്ടുകളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റാണ് കേട്ടോ, നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള പാർക്കാണ്. അപ്പോൾ നമ്മുടെ പാർക്കിൻ്റെ ചെറിയൊരു വ്യൂ ആണ് കേട്ടോ കാണിക്കണേ. നമ്മൾ ആക്ച്വലി 2 ഇയേഴ്സായി ഈ ഫ്ലാറ്റിലേക്ക് താമസം മാറിയിട്ട്. അപ്പം ഇങ്ങോട്ട് മാറിയപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഡെയിലി ഷിഫ്റ്റ് കഴിഞ്ഞ് പാർക്കിൽ വന്നിരുന്ന് റിലാക്സ് ചെയ്യണം എന്നൊക്കെ. സത്യം പറഞ്ഞാൽ 2 ഇയേഴ്സിൽ ഇത് സെക്കൻഡ് ടൈം കേട്ടോ ഞങ്ങൾ വരുന്നത്. അത് നമ്മൾ അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ മുന്നേ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ നടന്ന് ഈ പാർക്കിൽ വന്നിരിക്കുമായിരുന്നു ഷിഫ്റ്റ് കഴിഞ്ഞിട്ട്. ഇപ്പോൾ തൊട്ടടുത്തായപ്പോൾ വേണ്ട. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബെഞ്ച്, നമ്മൾ ഇരിക്കാൻ പോകണേ. ഇങ്ങനെ 2-3 ബെഞ്ചുകൾ ഈ പാർക്കിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട്. അതുപോലെ ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ എടുത്തു വെച്ചു. ബിരിയാണിയും അതുപോലെ സാധാ ചോറുമാണ് നമ്മൾ ഈസ്റ്ററിന് ഉണ്ടാക്കി, അതിൻ്റെ കുറച്ച് ബാലൻസ് ഇരുന്ന കേട്ടോ. അപ്പം ഞാൻ ചോറിൽ ഇച്ചിരി പോർക്കും പിന്നെ ബിരിയാണി ചോറിൽ നിന്ന് 2 കഷ്ണം ചിക്കനും അച്ചാറും മോരുകറിയും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സാലഡ് ഉണ്ട്, അത് ബിരിയാണി എൻ്റെ ഫ്രണ്ട് ഉണ്ട് കൂടെ, അപ്പോൾ അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ പാത്രമൊക്കെ തുറന്നപ്പോൾ തന്നെ നല്ല ചെറിയ തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ടായിരുന്നേ. അത് നല്ല സൂപ്പറായിട്ട് കാറ്റും ഒക്കെ കൊണ്ട് കഴിക്കാനൊരു പ്രത്യേക വൈബല്ലേ. നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തൊന്നല്ല, ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഇങ്ങനെ ക്ഷീണിച്ചിരുന്നപ്പം ഒരു ചേഞ്ചിന് വേണ്ടി തോന്നിയതാട്ടോ. പക്ഷെ നമ്മളിങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് കഴിച്ചപ്പം നമ്മൾ ഇന്നലെ കഴിച്ച ഫുഡിനേക്കാളും എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നി കേട്ടോ. അപ്പം പറ്റുന്നവരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണേ. നമ്മൾ ക്ഷീണിച്ചൊക്കെ വരുമ്പം ഇതുപോലെ പാർക്കൊക്കെ ഉള്ളവർക്ക് ഓപ്പോസിറ്റൊക്കെ ഇരുന്ന് കഴിച്ച് കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് തിരിച്ചു പോവാം. അപ്പം ഞാൻ മോരുകറിയൊക്കെ ഒഴിച്ച് ഒരു കഷ്ണം പോർക്കും ഒക്കെ വെച്ച് കഴിച്ച് നോക്കുകയാണേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞു എൻ്റെ ഫ്രണ്ട്, അവൾ ബിരിയാണി കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അവളും അത് കഴിച്ചു നോക്കാനുണ്ടോ. അപ്പോൾ നമ്മൾ തലേദിവസം കഴിച്ചതാണെങ്കിൽ പോലും ഇങ്ങനെ ഇരുന്നപ്പം അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ കയറിപ്പോയി. അത് കഴിഞ്ഞ് പുളിങ്കുരു ചുട്ടതാണ് കേട്ടോ, വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. ഒരു നൊസ്റ്റാൾജിയ. അതൊക്കെ കഴിഞ്ഞ് അതും കഴിച്ച് നമ്മൾ റെസ്റ്റ് ചെയ്തു. താങ്ക് യു.